ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് പുതിയൊരു കഥയുമായിട്ടാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. കാരണം എനിക്ക് തൊണ്ടവേദനയാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മുമ്പത്തെ വീഡിയോസൊക്കെ കാണണേ. അതിൽ നല്ല നല്ല സ്റ്റോറീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പശു ആരുടേത്. ഗ്രാമത്തിലെ തസ്കര വീരനാണ് മല്ലൻ. ഒരു രാത്രിയിൽ മല്ലൻ മോഷ്ടിക്കാൻ തക്കം നോക്കി ചെന്നെത്തിയത് ഒരു കർഷകൻ്റെ വീട്ടിലായിരുന്നു. കാര്യമായ പൊന്നും പണവും ഒന്നും അകത്തുണ്ടാകില്ലെന്നു കണക്ക് കൂട്ടിയ മല്ലൻ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ അടിച്ചു മാറ്റാൻ നിശ്ചയിച്ചു. ശബ്ദമുണ്ടാക്കാതെ പതുക്കെ തൊഴുത്തിലെത്തി. പശുവിൻ്റെ കെട്ടഴിക്കാൻ തുനിഞ്ഞതും മല്ലൻ്റെ ചുമലിൽ ഒരു കൈ വന്നു വീണു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ മല്ലൻ കണ്ടത് ഉണ്ടക്കണ്ണും കൊമ്പൻ മീശയും അരയിൽ പിച്ചാത്തിയുമൊക്കെയായി ഒരു തടിമാടനെയായിരുന്നു. അവൻ മറ്റൊരു കള്ളനാണെന്ന് മല്ലന് മനസ്സിലായി. ഇത് ഞാൻ നോട്ടമിട്ട പശുവാ, വേഗം സ്ഥലം വിടാൻ നോക്ക്. രണ്ടാമൻ മല്ലനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേല മനസ്സിലിരിക്കട്ടെ ആശാനെ, ഇത് ഞാൻ കൈവച്ച മുതലാ. ആശാൻ വേറെ നോക്ക്. ഹമ്പടാ, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. മര്യാദക്ക് പറഞ്ഞതനുസരിക്ക്. ഓ, പറയുന്നത് കേട്ടാൽ തോന്നും പശു തൻ്റേതാണെന്ന്. ഒരു മര്യാദക്കാരൻ. ഇരുവരും വഴക്കും വക്കാണവും വാക്കേറ്റവുമായി. ഇരുവർക്കും പശുവിനെ വേണം. ഈ ബഹളം കേട്ടാണ് വീട്ടിനകത്ത് കൃഷിക്കാരൻ ഉറക്കമുണർന്നത്. അയാൾ ശബ്ദം കേട്ടിടത്തേക്ക് ജനലിലൂടെ നോക്കിയപ്പോൾ വഴക്കു കൂടുന്ന കള്ളന്മാരെ കണ്ടു. പതുക്കെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. കൃഷിക്കാരൻ അയൽക്കാരെ കൂട്ടി വന്നു. എന്നിട്ട് ഒന്നാം കള്ളനെയും രണ്ടാം കള്ളനെയും പൊതിരെ തല്ലി പിടിച്ചുകെട്ടി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വിവരമറിയിച്ചു. രണ്ടുപേരും അപ്പോഴും തർക്കം തുടരുക തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. എനിക്ക് തൊണ്ടവേദനയുണ്ട്, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ചെറിയ കഥ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ കഥ കേട്ടതിന്. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായിട്ട് ഞാൻ നാളെ വരാം.